ശ്രീ സജീവ് ജോസഫ് 8 മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാം. സർ, അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും പിടിപ്പുകേടും കൊണ്ട് സർക്കാർ ഉണ്ടാക്കി വെച്ച ബാധ്യതകളെ ജനത്തിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമമാണ് 2025 കേരള ബഡ്ജറ്റ്. സർ, പരിഗണിക്കേണ്ടവരെ അവഗണിച്ച ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. സർ, പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ വ്യാപാര രംഗത്തും പരമ്പരാഗത വ്യവസായ രംഗത്തും ഊർജം പകരാൻ, യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ, അവരുടെ വിദേശ കുടിയേറ്റം നിയന്ത്രിക്കാൻ, ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന കർഷകരെ രക്ഷിക്കാൻ, ദുർബല ജനവിഭാഗങ്ങളെ സംരക്ഷിക്കാൻ ഫലപ്രദമായ യാതൊരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സർ. അത് ദൗർഭാഗ്യകരമാണ്. സർ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സമസ്ത മേഖലകളിലും പ്രത്യക്ഷത്തിലുള്ള നികുതി വർദ്ധിപ്പിച്ച് ആ ബജറ്റ് മെട്രോയും മോണോറെയിലും പോലുള്ള ചില സ്വപ്ന പദ്ധതികളുടെ പതിവ് പ്രഖ്യാപനങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ഒരു നിർദ്ദേശങ്ങളുമില്ലാതെ നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുർബലമായ ബജറ്റാണ് ഇന്ന് ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സർ, LSS USS സ്കോളർഷിപ്പിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് ആ സ്കോളർഷിപ്പിൻ്റെ തുക വർദ്ധിപ്പിക്കുമെന്നാണ്. അങ്ങ് പറഞ്ഞത് കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നാണ്. സർ, അത് ബഡ്ജറ്റിൽ ഒരു മഹാസംഭവമായിട്ടാണ് അങ്ങ് ഇവിടെ അവതരിപ്പിച്ചത്. സർ, ശമ്പള പരിഷ്കരണം, അതിൻ്റെ കുടിശ്ശിക, ക്ഷേമ പെൻഷൻ കുടിശ്ശിക, അതുപോലെയുള്ള കുടിശ്ശികൾ നിർമ്മാണം ചെയ്യുന്ന കാര്യമാണ്, കൊടുത്തു തീർക്കുന്ന കാര്യമാണ് ഈ ബഡ്ജറ്റിൽ പല ഭാഗത്തും പ്രതിപാദിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കുടിശ്ശിക നിർമ്മാർജ്ജന പദ്ധതിയായി കേരള ബഡ്ജറ്റിനെ അങ്ങേക്ക് മാറ്റേണ്ടി വന്നു. സർ, കർഷകരെ നിരാശരാക്കുന്ന മാത്രമല്ല, അവരെ കണ്ണീർ കുടിപ്പിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ആത്മഹത്യാ പ്രേരണ കുറിപ്പാണ് ഈ ബഡ്ജറ്റിലൂടെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സർ, കൃഷിയല്ലേ സാർ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്? നമ്മുടെ കർഷകർ നാടിനെ പോറ്റാൻ രാവും പകലും അധ്വാനിക്കുന്നു. എന്നിട്ടും അവരെ ശാക്തീകരിക്കുന്നതിന് പകരം ഈ ബജറ്റ് അവരുടെ പോരാട്ടങ്ങളെ അവഗണിക്കുകയും നികുതി ഭാരം ചുമത്തുകയും അർത്ഥവത്തായ പിന്തുണ നൽകുന്നതിൽ നിന്നും പൂർണ്ണമായും പരാജയപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. സർ, കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാത്ത പ്രശ്നം അതീവ ഗുരുതരമാണെന്ന് സർക്കാരിനറിയാം. പക്ഷേ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. സർ, വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഈ ബഡ്ജറ്റിൽ ഒന്നും ചെയ്തിട്ടില്ല. റബ്ബർ, കശുമാവ്, നെൽകർഷകരെല്ലാം അവരെല്ലാം സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ്. സർ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി റബ്ബർ കർഷകരെ അപമാനിച്ചിരിക്കുകയാണ്. റബ്ബർ കർഷകരോട് അങ്ങ് മാപ്പ് പറയണം. ഒരു വാക്ക് പോലും ഈ ബഡ്ജറ്റിൽ റബ്ബർ കർഷകർക്ക് വേണ്ടി അങ്ങ് പറഞ്ഞിട്ടില്ല, പ്രതിപാദിച്ചിട്ടില്ല എന്ന കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, 250 രൂപ റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിച്ച മുന്നണിയാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ്. 4 വർഷം കഴിഞ്ഞിട്ടും അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. സർ, കഴിഞ്ഞ വർഷം 600 കോടി രൂപ മാറ്റിവെച്ചു. എത്ര രൂപ ചെലവഴിച്ചു എന്ന് സർക്കാർ വ്യക്തമാക്കണം. സർ, റബ്ബറിന് മാർക്കറ്റിൽ 200 രൂപ വിലയുണ്ട്. താങ്ങുവില 180 രൂപയാണ്. സർ, ഒരു രൂപ പോലും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, കൊടുക്കേണ്ടതില്ല. റബ്ബർ കർഷകർക്ക് അവരുടെ ചെലവിന് തത്തുല്യമായ രീതിയിൽ അവർക്ക് വരുമാനം കിട്ടാത്ത സാഹചര്യത്തിൽ അവരെ സഹായിക്കാൻ, കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന റബ്ബർ മേഖലയെ സഹായിക്കാൻ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദനം നടക്കുന്ന നമ്മുടെ സംസ്ഥാനം എന്ന നിലയിൽ ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ള റബ്ബർ മേഖലയിൽ സഹായിക്കാനുള്ള ഒരു നടപടിയും ചെയ്യാത്ത, ആ പേര് പോലും, റബ്ബർ എന്ന പേര് പോലും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താത്ത നിലപാടിൽ, സർക്കാരിൻ്റെ നിലപാടിൽ, ധനകാര്യമന്ത്രിയുടെ നിലപാടിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ച 250 രൂപ അടിയന്തരമായി അത് അങ്ങയുടെ മറുപടി പ്രസംഗത്തിൽ ഇവിടെ പ്രഖ്യാപിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സർ, കർഷകർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് അവരുടെ കടബാധ്യത. എന്നാൽ ഈ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിലോ, പലിശയ്ക്ക് സബ്സിഡി കൊടുക്കുന്ന കാര്യത്തിലോ, കടാശ്വാസ കമ്മീഷനെ ശാക്തീകരിക്കുന്ന കാര്യത്തിലോ ഒന്നും ഒരു വിദൂരമായിട്ടുള്ള ഒരു സൃഷ്ടി പോലും സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സർ, സർക്കാരിൻ്റെ സാമ്പത്തിക പിന്തുണയില്ലാത്തത് മൂലം ഭൂരിപക്ഷം കർഷകർക്കും അവരുടെ ഭൂമിയും ഉപജീവന മാർഗവും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. അത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിക്കറിയാം. അല്പം അനുകമ്പയോടെ അവരെ സമീപിക്കാൻ ഈ സർക്കാരിന് കഴിയേണ്ടതായിരുന്നു. ആധുനിക സാങ്കേതികവിദ്യയ്ക്ക് കൃഷിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ അർത്ഥവത്തായ കാർഷിക പരിഷ്കാരങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഈ ബഡ്ജറ്റ് പരാജയപ്പെട്ടിരിക്കുകയാണ്. സമകാലിക കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗൗരവമായ വിഷയമെന്ന നിലയ്ക്ക്
വന്യമൃഗശല്യം, വന്യജീവി ആക്രമണം അത് തടയാനും വനത്തെയും വനേതര ഭൂമിയെയും വേർതിരിക്കാനുമുള്ള ഫെൻസിങ്ങിനെ കുറിച്ച് അതിന് ഒരു പരിഗണനയും ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നത് വളരെ പ്രതിഷേധാർഹമാണ്. മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളോടും കർഷകരോടുമുള്ള വെല്ലുവിളിയായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. സാർ, ഈ വർഷത്തെ ബഡ്ജറ്റിൽ പ്രശ്നത്തിന് വേണ്ടി കുറച്ച് പണം മാറ്റിവെച്ച് എന്നാണ് ധനകാര്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കഴിഞ്ഞ വർഷം അനുവദിച്ച തുകയിൽ വെറും 40% തുക മാത്രമേ ഇതുവരെ ചെലവഴിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാർ, നിരപരാധികളായ കർഷകരും ഗ്രാമീണരും ആദിവാസികളും കാട്ടാനകളുടെയും കാട്ടുപന്നിയുടെയും മറ്റും അക്രമത്തിനിരയായി പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ ഫലപ്രദമായ ഒരു പരിഹാരം കാണാൻ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. സാർ, ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഈ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിച്ച ഒരു മലയോര ജാഥ ആ വിഷയത്തിൻ്റെ ഗൗരവം കണക്കെടുത്തുകൊണ്ടാണ് നടത്തിയത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയോര മേഖലയിലൂടെ കടന്നുപോയ ജാഥയുടെ മുന്നിലേക്ക് കടന്നു വന്ന പാവപ്പെട്ട ആളുകൾ, ജനങ്ങൾ, ഇരകളായ ആളുകൾ, അവരുടെയൊക്കെ വേദന, അവരുടെ പരിവേദനകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അത് മനസ്സിലാക്കാൻ അവസരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമ്പോഴും പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ ഈ സഭയിൽ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ വളരെ ലാഘവത്തോടെ ഈ വിഷയത്തെ കണ്ട നടപടി അങ്ങേയറ്റം ലജ്ജാകരമാണ് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, അതിനുവേണ്ടി ഈ ബഡ്ജറ്റിൽ ഒരു തുകയും കാര്യമായി വകയിരുത്തിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഭൂനികുതി എല്ലാ സ്ലാബിലും 50% വർധന വരുത്തിയത്. അത് ശുദ്ധ തോന്നിയവാസം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. സർ, കൃഷിയും മറ്റ് സാധ്യമല്ലാത്ത ഭൂമിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല, വന്യമൃഗശല്യം, അവിടെ നിന്ന് ഒരു വരുമാനവുമില്ല. അങ്ങനെയുള്ള 1 രൂപ പോലും ഒരു വരുമാനമില്ലാത്ത ഭൂമിയിൽ ആ ഭൂമി കൈവശം വെച്ചതിൻ്റെ പേരിൽ മാത്രം ഭൂനികുതി വർദ്ധിപ്പിക്കുന്നത് അത് ആർക്ക് വേണ്ടിയാണ് സാർ? അതിൻ്റെ ഔചിത്യം എന്താണ് സാർ? ഇത് പിടിച്ചു പറയാണ്. ഇവരിൽ നിന്നും നികുതി വാങ്ങി ആദായമുള്ളവർക്ക് നൽകാനാണോ സർക്കാർ ശ്രമിക്കുന്നത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. സാർ, നികുതി നിർദ്ദേശം അടിയന്തരമായി പിൻവലിക്കണം, അല്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള സമരം സർക്കാർ നേരിടേണ്ടി വരും എന്ന കാര്യം കൂടി ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. സാർ, ലോകം മുഴുവൻ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന കാലത്ത് കേരളത്തിൽ ബഡ്ജറ്റിലൂടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കൂടുന്ന തരത്തിലുള്ള ഈ നയം അത് ഒരു തലതിരിഞ്ഞ നയം എന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാൻ സാധിക്കൂ. അതുപോലെ തന്നെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്തിയത് അതും സാധാരണക്കാരോടുള്ള പാവപ്പെട്ട ആളുകളാണ് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുന്നത്. അവരോടുള്ള ഒരു ക്രൂരത മാത്രമായിട്ട് അത് നമുക്ക് കാണാൻ സാധിക്കൂ. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാത്ത നിലപാട് 2500 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം അത് ജലരേഖയായി മാറിയിരിക്കുന്ന ഈ സാഹചര്യം അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അടിയന്തരമായും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ കൂടി ഞാനിവിടെ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഉന്നയിക്കാൻ എനിക്ക് അവസരം നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം മണ്ഡലങ്ങളുടെ ആവശ്യങ്ങളുടെ വ്യാപ്തി പരിഗണിച്ചുകൊണ്ട് ന്യായമായ പരിഗണന അത്തരം മണ്ഡലങ്ങളിൽ അവികസിതമായ മേഖലകളിൽ നൽകേണ്ടതായിരുന്നു. കാലപ്പഴക്കം മൂലം അപകടത്തിലായി നിൽക്കുന്ന നമ്മുടെ പാലങ്ങൾ പല മണ്ഡലങ്ങളിലുമുണ്ട്. അത്തരത്തിലുള്ള പാലങ്ങളെങ്കിലും ഒരു പാലമെങ്കിലും നിർമ്മിക്കാനുള്ള നടപടി ഇരിക്കൂർ മണ്ഡലത്തിലും സ്വീകരിക്കേണ്ടിയിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മുൻഗണന നിശ്ചയിച്ച് നൽകിയെങ്കിലും അതിന് തുക വകയിരുത്തിയിട്ടില്ല. അത് പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായ പാലക്കയംതട്ട് ടൂറിസം രംഗത്തൊട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ ശ്രമിക്കുമെന്ന് പറഞ്ഞെങ്കിലും മലയോര മേഖലയ്ക്ക് ന്യായമായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. പാലക്കയംതട്ടിലും ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഈ ബഡ്ജറ്റിൻ്റെ പൊതുവായിട്ടുള്ള ഈ വിഷയങ്ങളെ ശക്തമായി എതിർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.